ഒഴിഞ്ഞ ഇരിപ്പിടങ്ങൾ, കടൽ കാഴ്ചയ്ക്ക് കുറുകെ കയർ. കനത്ത മഴയിൽ വർക്കല ക്ലിഫിലെ ഹെലിപാഡിന് സമീപത്തെ കുന്ന് 25 മീറ്ററോളമാണ് ഇടിഞ്ഞത്. മുന്നറിയിപ്പ് ബോർഡുകൾ പ്രത്യക്ഷമാവും മുൻപേ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പോഴത്തെ മണ്ണിടിച്ചിൽ എന്ത് പറയാനാ? അന്തം വിട്ട് കുന്തം പിഴുങ്ങി ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാൻ? ആരടുത്ത് പോയി പറയാൻ? അതിനെ നമുക്ക് എഞ്ചിനീയേഴ്സിനെ ആരെങ്കിലും വെച്ച് ഗവൺമെൻറ് തലത്തിൽ ഇതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തൊഴുകൈയോടെ പറയാണ്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറക്ക് നഷ്ടമാണ്. മണ്ടന്മാരായ കുറേ ചേട്ടന്മാരാണ് ഇത് ചെയ്തതെന്ന് അവരെ കൊണ്ട് പറയിക്കാതിരിക്കാൻ നോക്കുക. കുന്നിൻ മുകളിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങളും സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം നടപ്പാതയ്ക്കടിയിലെ പൈപ്പിലൂടെ ഒഴുകുന്നതും പ്രതിസന്ധിയായെന്നാണ് പരാതി. നമുക്ക് കണ്ടാൽ അറിയാം, എന്നാണ്ട് ഇവിടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതും അതും ഈ ഇവിടുത്തെ ഉള്ള ഈ റിസോർട്ടുകളും, പിന്നെ ഈ ക്ലിഫ് മിസ്യൂസ് ചെയ്യുന്ന രീതി, ഇതിനകത്ത് പടിക്കെട്ടുകൾ നിർമ്മിച്ച് ഇത് ദുർബലമാക്കുന്ന ഒരു പ്രവണതയെ നമ്മുടെ ഈ ടൂറിസം ആൾക്കാർ ചെയ്യുന്നുണ്ട്. നടപ്പാതയോട് ചേർന്നുള്ള മിക്കയിടങ്ങളും അപകടാവസ്ഥയിലാണ്. പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ സ്ഥിതിയും മറ്റൊന്നല്ല. താൽക്കാലിക പരിഹാരത്തിന് ഇടപെടൽ നടത്തിയെന്ന് വർക്കല നഗരസഭ. നമുക്കിപ്പോൾ വരാൻ കഴിയുന്നത് ഏറ്റവും പെട്ടെന്ന് ആൾക്കാരെ അവിടത്തേക്കുള്ള പ്രവേശനവും മറ്റും നിയന്ത്രിച്ചുകൊണ്ട് താൽക്കാലികം ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ കാത്തിരിക്കുന്ന പ്രകൃതിയുടെ രൂപമാണ്. കടൽക്ഷോഭത്തെയും കാലവർഷത്തെയും അതിജീവിക്കാനുള്ള ശേഷി ഇന്നീ കുന്നുകൾക്കില്ല. പ്രകൃതിദത്തമായ സംവിധാനങ്ങളിലൂടെ ഇവയെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പാപനാശത്തെ സൗത്ത് ക്ലിഫിലും മണ്ണിടിച്ചിലുണ്ടായി. മനോഹര കാഴ്ചകൾ ഒരുക്കി ഉറച്ചുനിന്ന ക്ലിഫിൻ്റെ ഒരു ഭാഗമാണ് ദാ ഇങ്ങനെ നഷ്ടമായിരിക്കുന്നത്. മഴ തുടരുന്നുണ്ട്, അത് ജനങ്ങളുടെ മനസ്സിൽ ആദി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.